വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ കമ്മീഷനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ്? 103-ാം ഭേദഗതിയാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു അമെന്മെന്റ് നടത്തിയതാണ് 103-ാം അമെന്മെന്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കേരള സർക്കാർ ക്ഷേമ കോർപ്പറേഷൻ എന്ന രൂപീകരിച്ച് 2012 ജൂൺ 14. അപ്പൊ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് കേരള ഗവൺമെന്റ് പ്രത്യേകമായിട്ടൊരു ക്ഷേമ കോർപ്പറേഷൻ രൂപീകരിക്കുകയാണ് 2012. ആ കമ്മീഷന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് അതിന്റെ ആസ്ഥാനം. അടുത്തു നോക്കൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണമില്ലാത്ത വിഭാഗങ്ങൾക്കായി ക്ഷേമ കോർപ്പറേഷനുകളും നിയമപരമായ സംരക്ഷണവും നൽകുന്നതിനുള്ള ഒരു സ്ഥിരം കമ്മീഷൻ രൂപീകരിക്കാനായിട്ടുള്ള കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? മേജർ ജനറൽ SR സിൻഹോ. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണമില്ലാത്ത വിഭാഗക്കാർക്ക് കോർപ്പറേഷനും അവർക്ക് സ്വന്തമായിട്ടൊരു കോർപ്പറേഷൻ വേണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകണം എന്നതിനെ കുറിച്ചൊക്കെ തീരുമാനിച്ച് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അത് രൂപീകരിക്കാനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? മേജർ ജനറൽ SR സിൻഹോ. അടുത്ത, മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഒരു സ്ഥിരം കമ്മീഷൻ ഓർഡിനൻസിലൂടെ നിലവിൽ വന്നതെന്ന്. ഓർഡിനൻസിലൂടെ ഈ കമ്മീഷൻ നിലവിൽ വന്നത്, സ്ഥിരം കമ്മീഷൻ നിലവിൽ വന്നത് 2015 ഓഗസ്റ്റ് 28-നാണെങ്കിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 2016 ജാനുവരി 21 മുതലാണ് ഓർക്കുക. ഇനി മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്, ഓർഡിനൻസിലൂടെ സ്ഥിരം കമ്മീഷൻ നിലവിൽ വന്ന് 2016. ആദ്യമായിട്ടൊരു കമ്മീഷൻ നിലവിൽ വന്ന് 2016 ഫെബ്രുവരി 24. ആദ്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആദ്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് ജസ്റ്റിസ് AV രാമകൃഷ്ണ പിള്ളയായിരുന്നു. കമ്മീഷനില് എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുക. കമ്മീഷനിലെ ചെയർമാനും 2 അംഗങ്ങളും ഒരു സെക്രട്ടറിയും ഉണ്ട്. എന്താണ് ചെയർമാൻ? 4 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ, 2 അംഗങ്ങൾ, ഒരു സെക്രട്ടറി. അപ്പൊ 2 1 3 1 4 ആയില്ലേ? അപ്പൊ മൊത്തം അംഗങ്ങളുടെ എണ്ണം 4. അതിൽ ചെയർമാൻ ഉണ്ട്, 2 അംഗങ്ങളുണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? വാർഷിക റിപ്പോർട്ട് കമ്മീഷൻ സമർപ്പിക്കുന്നത് കേരള ഗവൺമെന്റിനാണ്. ഇനി ചെയർമാനും 2 അംഗങ്ങളും ഒരു സെക്രട്ടറിയൊക്കെ ആയിട്ട് നിലവിൽ വരുന്ന കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. കമ്മീഷൻ ചെയർമാൻ ആകാൻ എന്താണ് യോഗ്യത? വിരമിച്ച സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് അല്ലെ ആണ് കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത. നിയമിക്കുന്നത് ആരാണ്? കേരള സർക്കാരാണ്. കമ്മീഷന്റെ ചെയർമാൻ വിരമിച്ച സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കേരള സർക്കാരാണ്. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായത് ഏത് നിയമമാണ്? ഏതാണ്? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് ആണിത്. ആക്ട്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1998 കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ നിയമം. എന്നാൽ 2003 വൈദ്യുത നിയമത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് 2003 വൈദ്യുതി ഇലക്ട്രിസിറ്റി ലോന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ്. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എവിടെയാണ് ആസ്ഥാനം? കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരേ ഉള്ളൂ? 3 പേരേ ഉള്ളൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണമില്ലാത്ത വിഭാഗങ്ങൾക്കായി ക്ഷേമ കോർപ്പറേഷനുകളും ഒരു സ്ഥിരം കമ്മീഷനും രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നേരത്തെ പഠിച്ചതാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അറിയാതെ. മേജർ ജനറൽ SR സിൻഹോ ആണ്. സംസ്ഥാനത്ത് കടബാധ്യത മൂലം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസം നൽകാനും
എന്താ പറയാ, അവരെ സഹായിക്കാനും ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ച കമ്മീഷന്റെ പേര് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ എന്നാണ്. ഈ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007 കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നു. കേരള കർഷക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള കർഷക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്തത്, കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? അതും തിരുവനന്തപുരമാണ്. യുവജന കമ്മീഷൻ എന്തിനാണ്? യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും ആവിഷ്കരിക്കപ്പെട്ട കമ്മീഷൻ അല്ലെ? ഏതാണ്? കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. എന്തൊക്കെയാണ് ഉദ്ദേശം എന്നാ പറയണത്? യുവാക്കളെ എന്ത് ചെയ്യുക? യുവാക്കളെ ബോധവൽക്കരിക്കുക അല്ലെ? യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനും ശാക്തീകരിക്കുക, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശാക്തീകരിക്കുക, അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ. നിലവിലുള്ള നിയമങ്ങൾ പരിശോധിച്ച് ആ നിയമങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ അത് ചെയ്യുക. കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുന്നതിനുള്ള ശുപാർശ നൽകുക. അതിനനുസരിച്ച് പുതിയ നിയമങ്ങളൊക്കെ ആവിഷ്കരിക്കുക. അതിനുവേണ്ടി രൂപീകൃതമായ കമ്മീഷനാണ് കേരള നിയമ കമ്മീഷൻ. ഏതാണ്? കേരള നിയമ കമ്മീഷൻ. ആ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ അല്ലെ? ആ കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. രൂപീകരിച്ചത്, പ്രവർത്തനം ആരംഭിച്ചത് 2017 ഏപ്രിൽ മാസം 5-ാം തീയതി മുതലാണ്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപവൽക്കരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിളിക്കുന്ന പേര് ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്നാണ്. കേരളത്തിൽ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് 1957 കേരള സംസ്ഥാനത്തിലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ തലവൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 1965 രണ്ടാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? അദ്ദേഹത്തിന്റെ പേര് MK വെള്ളോടി എന്നാണ്. സർക്കാരിനെ അഴിമതി വിമുക്തവും കാര്യക്ഷമവുമാക്കാനുള്ള നടപടികൾ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? രണ്ടാം പരിഷ്കാര കമ്മീഷനാണ്. രണ്ടാം കമ്മീഷന്റെ അധ്യക്ഷനായ MK വെള്ളോടി ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്? ഏത് സംസ്ഥാനാണ്? ഹൈദരാബാദ് ആണ്. EK നായനാർ ചെയർമാനായ ഭരണപരിഷ്കാര കമ്മീഷൻ ഏതാണ്? 1997 നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പൊ EK നായനാർ ഏത് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ്? മൂന്നാമത്തെ. കേരളത്തിൽ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് വന്നു? 2016 സെപ്റ്റംബറിൽ വന്നു. പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? VS അച്യുതാനന്ദനാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചെയ്താൽ അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ആ സംവിധാനത്തിന്റെ പേര് ഓംബുഡ്സ്മാൻ എന്നാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ഓംബുഡ്സ്മാൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷം 2000 കേരള ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരള ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം. ഓംബുഡ്സ്മാൻമാരായി നിയമിക്കുന്നത് ആരെയാണ്? വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരെയാണ് നമ്മൾ എന്തായിട്ട് നിയമിക്കുന്നത്? ഓംബുഡ്സ്മാൻമാരായി നിയമിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ടീച്ചർ ടെലഗ്രാം ചാനലിൽ PDF അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ.